വീണ്ടും വാർത്തകളിലേക്കാണ്. കോട്ടയത്ത് RSS പരിപാടിയിൽ പങ്കെടുത്ത് ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ തരം താഴ്ത്തി CPIM. തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT പ്രമീളയ്ക്കെതിരെയാണ് കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ നടപടിയുണ്ടായിരിക്കുന്നത്. ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രമീളയെ ബ്രാഞ്ചിലേക്കാണ് തരം താഴ്ത്തിയത്. വിവരങ്ങളുമായി ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, ഇപ്പോൾ എന്താണ് പ്രമീളയ്ക്കെതിരെ നടപടിയായി സ്വീകരിച്ചിരിക്കുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള പ്രമീളയാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടുള്ള ഒരു നടപടി ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ നടപടി സ്വീകരിക്കാനുണ്ടായിട്ടുള്ള കാരണം ഈ പഞ്ചായത്തിൽ ഒരു കുടുംബം, ആ കുടുംബത്തിന് നിർദ്ധരായിട്ടുള്ള കുടുംബമാണ്. അവർക്ക് വീടുണ്ടായിരുന്നില്ല. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലൊക്കെ അവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഏറെ നടന്നിരുന്നു, പക്ഷെ അത് നടന്നിരുന്നില്ല. പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹായത്തോടെ അവർക്ക് ഒരു വീട് വെച്ച് നൽകുന്നു. ആ വീടിന്റെ താക്കോൽ കൈമാറ്റം ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുത്തു. അത് RSS നേരിട്ട് നടത്തിയ പരിപാടിയായിരുന്നു, സേവാഭാരതിയുടെ പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് രാജ്യസഭാംഗമായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ളവരായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സേവാഭാരതി സംഘടിപ്പിച്ച RSSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗം പങ്കെടുത്തു എന്നതാണ് ഈ നടപടിക്ക് കാരണമായിട്ട് വന്നിട്ടുള്ളത്. അത് പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഏരിയ കമ്മിറ്റി അതിനെ കാണുന്നത്. ഏരിയ കമ്മിറ്റി അവസാനം ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഈ പ്രമീളയ്ക്കോടൊപ്പം തന്നെ മറ്റൊരു ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രമീളയെ ലോക്കൽ കമ്മിറ്റി അംഗത്തിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ശരി ബെൻസൺ.